എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടിയുടെ ചരിത്ര വീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എംപറർ ഇമ്മാനുവൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ മനോഹരമായിട്ടുള്ള പ്രകാശം ബൈബിൾ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൊസഷനാണ് ഈ ചാലക്കുടിയുടെ ചരിത്ര വീഥികളിലൂടെ കടന്നു വരുന്നത്. ഒരുപാട് ഘോഷയാത്രകൾ കടന്നു പോയിട്ടുള്ള ഈ വീഥികളിലൂടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലോട്ടുകളും അതുപോലെ നൂറുകണക്കിന് ബൈക്ക് യാത്രക്കാരുടെയൊക്കെ ബൈക്ക് റാലിയുടെയൊക്കെ അകമ്പടി സേവിച്ചുകൊണ്ട് വരുന്ന ഈ പൊസിഷൻ ചാലക്കുടിക്കാർക്ക് തന്നെ ഒരു പുതിയ അനുഭവമാണ്. വലിയ ആഘോഷമായിട്ടാണ് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ ബൈബിൾ കൺവെൻഷനിലേക്ക് ആരവങ്ങൾ ഒരുക്കിക്കൊണ്ട് ചാലക്കുടിയുടെ ചരിത്ര വീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും ഇതാ സിയോൻ വിളംബരം ചെയ്യുന്നു. പ്രകാശം 2024 എംപറർ ഇമ്മാനുവേൽ ടീം നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ. പ്രകാശത്തിന്റെ പൊൻകിരണങ്ങൾ നമ്മുടെ ചങ്കിലേക്ക് പകർന്നുകൊണ്ട് അന്ധകാരത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വീണ്ടും ശരീരം ധരിച്ചു വന്ന ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ നിത്യപ്രകാശമാക്കി മാറ്റുന്ന പ്രകാശത്തിന്റെ സഭ. മനുഷ്യന്റെ ഒടുങ്ങാത്ത ധനമോഹം, മ്ലേച്ഛതകൾ, തിന്മകൾ, കൊലപാതകം, സഭകളിലും സമൂഹത്തിലും കാണുന്ന കാലത്തിന്റെ അടയാളങ്ങൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ദൈവപുത്രൻ യേശു ക്രിസ്തു ഇമ്മാനുവേൽ നാമത്തിൽ ശരീരം ധരിച്ച് വീണ്ടും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു എന്നും മനസ്സിലാക്കിക്കൊള്ളു. Ladies and gentlemen, welcome to the biggest event that has ever happened in the history of mankind. And here begins Pragasam 2024. A big salute to the voice of God proclaimed by the messenger of the covenant and the commander of the army of the Most High. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഈ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ സമയമായി. ഹോറബ് മലയിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം, ദൈവപുത്രൻ എന്റെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച അതേ സ്വർഗസ്ഥനായ പിതാവ് നമ്മെ സന്ദർശിക്കാൻ ഈ ഭൂമിയിലേക്ക് വരുന്നു എന്ന വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത സിയോൻ നിങ്ങളെ അറിയിക്കുന്നു. ൽ 1917 പരിശുദ്ധ അമ്മ
ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ട് ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ കുഞ്ഞു മക്കൾക്ക് നൽകിയ രഹസ്യങ്ങളുടെ സാരാംശം വെളിപ്പെടുത്തുന്ന സദ്വാർത്ത ഇതാ സിയോനിൽ പ്രഘോഷിക്കുന്നു. ദൈവപുത്രന്റെ ദ്വിതീയ ആഗമനത്തിന്റെയും പ്രത്യാഗമനത്തിന്റെയും നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷം സദ്വാർത്ത സിയോൻ പ്രഘോഷിക്കുന്നു. അമർത്യതയുടെ നിത്യജീവന്റെ പ്രകാശത്തിന്റെ ഈ സുവിശേഷം, രാജ്യത്തിന്റെ ഈ സുവിശേഷം ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും. പ്രകാശം 2024 എംപറർ ഇമ്മാനുവേൽ ടീം നയിക്കുന്ന ബൈബിൾ കൺവെൻഷനിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരളക്കര മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഇപ്പോൾ ഇതാ തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വരം സദ്വാർത്ത എന്ന ദൈവത്തിന്റെ സ്വരമാണ്. ജീവന്റെ വാർത്തയാണ്. അതെ, ഇത് നിങ്ങളുടെ ജീവനാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്വരയാത്ര ശുശ്രൂഷയെ 2024 പ്രകാശം കൺവെൻഷനിലേക്ക് എംപറർ ഇമ്മാനുവേൽ ടീം സ്വാഗതം ചെയ്യുന്നു. ഈ ദേശത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എംപറർ ഇമ്മാനുവേൽ നാമത്തെ ആകാശ വിഹായത്തിലേക്ക് ഇപ്പോൾ പറത്തിവിടാൻ പോവുകയാണ്. നിങ്ങളുടെ ബലൂണുകൾ ആരും പറത്തിവിടരുത്. പ്രകാശം 2024 എംപറർ ഇമ്മാനുവേൽ ടീം നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ. യുഗങ്ങൾ കാത്തിരുന്നവൻ, വീണ്ടും വരുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്തവൻ യേശു ക്രിസ്തു ഒരു നിത്യപ്രകാശമായി ഒളിമങ്ങാത്ത ശോഭയിൽ തന്റെ നിത്യമഹത്വത്തിൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വീണ്ടും ശരീരം ധരിച്ച് ഇമ്മാനുവേൽ നാമത്തിൽ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. പ്രകാശത്തിന്റെ പൊൻകിരണങ്ങൾ നമ്മുടെ ചങ്കിലേക്ക് പകർന്നുകൊണ്ട് ചിറകിൻ കീഴിൽ കാത്തു പരിപാലിക്കുന്നത് പോലെ ഞങ്ങളെ കാക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. അങ്ങേ വാട്ടിപ്പാടും ഞങ്ങൾ അമ്മയുടെ മക്കളിൽ നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും, നാം അങ്ങനെയാണ് താനും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ സകല ജനതകളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം ഞങ്ങളുടെ പക്കലുണ്ട്.
ഇന്ന് എംബർ ഇമ്മാനുവൽ ടീം ചോദിക്കുക, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുവോ? യെസ് ഓർ നോ? നിങ്ങൾ പിതാവായ ദൈവത്തെ ഭയപ്പെടുന്നുവോ? എങ്കിൽ ഇതാ ഈ സനാതന സുവിശേഷം പ്രഖ്യാപിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുവീൻ. ഏത് സാഹചര്യമാണേലും എംബർ ഇമ്മാനുവൽ ടീം വെച്ച കാല് പിന്നോട്ട് വെക്കാറില്ല. അത് ഏത് മഴമേഘങ്ങളാണേലും ഏത് ഇടിമുഴക്കമാണേലും അത് ഞങ്ങളുടെ പാരമ്പര്യമാ. പോയി ചോദിക്കി മോശയോട്. ഇടിമുഴക്കങ്ങളുടെ മുൻപിൽ നിവർന്നു നിന്ന മോശയെ പോലെ ഞങ്ങൾ ഇടിമുഴക്കങ്ങൾക്ക് മീതെ നടക്കുന്നവരാ.